ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അത് കലാപരിപാടി കിച്ചണിൽ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡിങ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ചപ്പാത്തി മേക്കിങ്ങിൻ്റെ പകുതി പണി ആയി. അത്രയും കച്ചറയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചപ്പാത്തി മേക്കിംഗ് ആണ് ഇന്ന് രാവിലത്തെ പണി. കറി പിന്നെ ഓൾറെഡി ഇന്നത്തെ ബീഫ് കുറച്ചിരിപ്പുണ്ട്. അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊന്ന് ചാറാക്കും. നമ്മുടെ ചേച്ചി വന്നിട്ട് അവിടെ തേങ്ങ ചരണ്ടുന്ന സൗണ്ടാണ് ഡിസ്റ്റർബൻസ്. ഒരുവിധ ഷേപ്പായില്ലേ, റൗണ്ടായ ടൈമിൽ തന്നെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വച്ചിട്ടതായിട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഫ്ലെയിമിലാക്കി എടുക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊള്ളിച്ച് വരും, പപ്പടം പോലെ. നല്ല സോഫ്റ്റ് വരും കേട്ടോ ചപ്പാത്തി. ഞാനിങ്ങനെ ചെയ്യലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറി റെഡി കേട്ടോ. ബീഫൊക്കെ ഇന്നലെ ഉണ്ടാക്കിയത്, ഉരുളക്കിഴങ്ങിൽ നിന്ന് വിസിൽ കേൾപ്പിച്ചു, അതിലേക്ക് ആ ബീഫ് കറി ഇട്ടു. ഇത്ര തന്നെ ബസ്. ഈ മഴ കൊണ്ട് നമ്മുടെ ടോബി കൂട്ടിക്കയറിക്കേ. ഫുഡൊക്കെ കഴിച്ചാൽ അങ്ങനെ കൂട് നാശാക്കിയിട്ടിട്ടുണ്ട്. ചെല്ല് കൂട്ടിൽ കയറ്, ചെല്ല് കൂട്ടിക്കയറി. കൂട്ടിക്കയറുക, ഓട് കൂട്ടിക്കയറിക്കോ. ഹലോ ടോബി, എവിടേക്കാ? കൂട്ടിലേക്ക് ചെല്ല് കൂട്ടി പൂടി. ടോബി കൂട്ടിക്കയറി. കാരണം അനുസരണയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് രാവിലെ സാധാരണ ഞാൻ മാസത്തിന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു കോൾഡൊക്കെ കഴിഞ്ഞിങ്ങനെ മാറി വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ മാസത്തിന് പോകാത്ത ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേ ടൈമാണ്. കുറച്ച് നേരം പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലഞ്ച് മേക്കിംഗ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കടയിലൊന്ന് നമ്മുടെ ബുട്ടീക്കിലൊന്ന് പോവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ബിസി ആവുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്രെയറിന് വേണ്ടി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ് നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് ഫുൾ പച്ചപ്പ്. അവിടെ ഒരാൾ പുല്ലരിയുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, ഗ്രീനറി. ശരിക്കും നമ്മളുടെ വീടിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ പച്ചപ്പും മരങ്ങളും ഒക്കെ കാണാം. ഫ്രണ്ടിൽ ഹൈവേ ആണ്. അപ്പോൾ രണ്ട് മീൻസ് ഒരു ബാക്ക് സൈഡിലേക്ക് വന്നൊരു നൊസ്റ്റാൾജിയ, ഒരു എന്താ പറയുക, ഒരു ഗ്രാമീണ പ്രകൃതി നമുക്ക് ആസ്വദിക്കാം. ഫ്രണ്ടിൽ ആ ഒരു ഹൈവേയുടെ തിരക്കും ബഹളമൊക്കെ അതും കാണാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ്. ഈ ഒരു മണി പ്ലാന്റ് ഒരു വർഷമായി ഈ ഒരു സ്റ്റേജിൽ നിന്ന് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇൻഡോർ വെച്ചിരിക്കുന്ന കാരണമാണോ എന്നറിയില്ല. വളം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തധികം എന്താ പറയുക, വളമൊന്നും ചേരില്ല. പക്ഷേ ഇങ്ങൊരു മുകളിലേക്കും ഇല്ല താഴേക്കും ഇല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഓരോ പച്ചപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ സാരി കൊടുത്ത് കെട്ടിയൊരുങ്ങി ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ്. ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് ഇറങ്ങി. ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഓൺലൈൻ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ, പ്രത്യേകിച്ചും വെൽവെറ്റ്. അപ്പം ഞാൻ ഷോപ്പിലേക്ക് കയറി കേട്ടോ. ഷോപ്പിൽ ഇന്നത്തെ ഡിസ്പ്ലേ ഈ ഒരു ഗൗണാണ്. ഡ്രസ്സല്ലേ, അതിൻ്റെ റെഡ് കളറൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ഗൗൺ. അപ്പോൾ നമുക്ക് ഇവിടെ അൽഫോൺസ കുട്ടി ഇവിടെ ഒക്കെ അറേഞ്ച് ചെയ്യാണ് വീഡിയോക്ക് പിടിക്കാനുള്ളത്. ഹലോ, നോക്കിക്കേ. ഓക്കെ, ലഞ്ചിൻ്റെ പരിപാടി ചിക്കൻ ക്യാബേജ് തോരൻ, ഒരു പരിപ്പും മത്തങ്ങയും കൂടെ ഒരു സൈഡ് ഡിഷ് കേട്ടോ. പിന്നെ അതേ രസം എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ കുറച്ച് കട്ടിയായിട്ടൊക്കെ എടുത്തിരിക്കണം. കട്ടി മീൻസ് ഒരു ലേശം ഒരുപാട് ലൂസല്ല കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഉണക്ക സ്രാവ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചമീൻ ഇപ്പോൾ വാങ്ങിക്കാൻ പേടിയാണ്. കാരണം നമുക്കറിയാലോ ഇപ്പോൾ ചത്ത മീനൊക്കെ വരണേന്ന് പറയണം. ഉണക്കമീൻ്റെ അവർക്ക് എന്താണ് മോശം തന്നെ ആയിരിക്കാം. പക്ഷെ എന്നാലും എനിവേ ഉപ്പിലൊക്കെ ഇടുമ്പോൾ ശേഷം പ്രോസസ് ഇതായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. മീൻസ് കുറച്ചൊരു ഇതായിട്ടുണ്ടാവും. ഉപ്പിലൊക്കെ ഇടുമ്പോൾ അതിൽ കുറച്ച് കണക്കിലൊക്കെ പോയിട്ടുണ്ടാവും വിചാരിക്കാം. എനിവേ ഇത് ഉണക്ക സ്രാവും. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് അത് ഷാരും തൊടാൻ സാധ്യതയില്ല, ബീഫും ആ ഉരുളക്കിഴങ്ങും കൂടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഇതാട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നറിന് നമ്മൾ 4 മണി സ്നാക്ക് കഴിക്കൽ അധികം ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കത്രേ ഉള്ളൂ. അതും രാത്രിയത്തെയും കൂടെ ഒന്നിച്ചായിരിക്കും കേട്ടോ കഴിക്കുക. അപ്പോൾ ഒരു 7-7:30 ആകുമ്പോൾ കഴിക്കാനൊരു പിസ്സ. പക്ഷേ ഇത്
ചെറുതായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. കാരണം ഒരു സൈഡിലൊക്കെ കണ്ടു ഒത്തിരി കൂടുതലായിപ്പോയി വേവ്, കരിയാറായിട്ടുണ്ട്. പക്ഷേ അത് ആ പേപ്പർ അവിടെ കുറച്ച് ചീസ് ഒലിച്ച് പോയിട്ട് കരിഞ്ഞതാണ്. അപ്പോൾ എനിവേ എന്തായാലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് സംശയമില്ല. അപ്പോൾ ഈ ഒരു പിസയും കൂടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിന്നർ ചോറൂണലൊക്കെ കുറവായിരിക്കും, വളരെ റയറായിരിക്കും. ഇത് കഴിച്ച് അങ്ങനെ അവസാനിപ്പിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനി ഒരു എന്താ പറയുക, ഇന്നത്തെ ദിവസത്തെ ഒരു ചെറിയ കുറച്ച് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.